വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ബേസിക് സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? അപ്പോൾ ക്രിസ്മസ് എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഥവാ ജലശുദ്ധീകരണശാല എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഥവാ ജലശുദ്ധീകരണശാല എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജലം നേരെ കടന്നു പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ എയറേറ്ററിലേക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ എയറേറ്റർ ആണ്. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ കൊയാഗുലേറ്റർ ആണ്. എയറേറ്ററിൽ നിന്ന് നേരെ കൊയാഗുലേറ്ററിലേക്കാണ് പോകുന്നത്. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ ക്ലാരിഫ്ലോക്കുലേറ്റർ ആണ്. അവിടെ നിന്ന് ജലം നേരെ സ്റ്റെപ്പ് 4 ആയിട്ടുള്ള ഫിൽറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് 5 ആയിട്ടുള്ള ക്ലോറിനേറ്ററിലേക്ക് പോകുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് നമ്മുടെ പ്യൂർ വാട്ടർ റിസർവോയർ അഥവാ ശുദ്ധജല സംഭരണിയാണ്. ഇങ്ങനെ 6 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 6 സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ സ്റ്റെപ്പുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എയറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് മക്കളെ എയറേഷൻ എന്ന് പറയുന്നത്. അത് വെച്ചാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് മിക്സിംഗ് വാട്ടർ വിത്ത് എയർ. എന്താണ്? നമ്മൾ ആ ജലത്തെ എയർ വായുവായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജലത്തിലുള്ള അളവ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേറ്ററിലൂടെ കടത്തിവിടുന്നത്. മനസ്സിലായോ? ഓക്സിജന്റെ അളവ് കൂടുന്നു. അടുത്ത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മുടെ ജലത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് അഥവാ ഖരപദാർത്ഥങ്ങളെ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ആലം ആഡ് ചെയ്യുന്നു. അതാണ് ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. ആലം ആഡ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിന്റെ pH ലെവൽ കുറയുന്നതായിട്ട് കാണാം. pH കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ pH ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ലൈം അഥവാ കുമ്മായമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ലൈം അഥവാ കുമ്മായം ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ pH ലെവൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലം ആഡ് ചെയ്യുന്ന സമയത്ത് pH കുറയുന്നു. ആ pH കൂട്ടാൻ വേണ്ടി നമ്മൾ ലൈം അഥവാ കുമ്മായം ആഡ് ചെയ്യുന്നു. ഏത് സ്റ്റെപ്പിലെ? സ്റ്റെപ്പ് 2 കൊയാഗുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞാലാണ് സ്റ്റെപ്പ് 3 നമ്മുടെ ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത്. അവിടെ വെച്ച് എന്താണ് നടക്കുന്നത്? ഈ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലിയർ വാട്ടറിനെ നമ്മൾ നേരെ ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. അതാണ് നമ്മുടെ ക്ലാരിഫ്ലോക്കുലേഷനിൽ വെച്ച് നടക്കുന്നത്. സോളിഡ് വേസ്റ്റ് സെറ്റിൽ ചെയ്യുന്നു, ബാക്കിയുള്ള നമ്മുടെ ക്ലിയർ വാട്ടറിനെ നമ്മൾ നേരെ ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഫിൽട്രേഷൻ. ഫിൽട്രേഷനിൽ വെച്ച് എന്താണ് നടക്കുന്നത്? ഫിൽട്രേഷനിൽ വെച്ച് ഈ അടിഞ്ഞുകൂടാത്ത മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഫൈൻ സാൻഡ് ആൻഡ് ഗ്രാവൽ ആർ യൂസ്ഡ് റെസ്പെക്റ്റീവ്ലി ഇൻ ദ അപ്പർ ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദ ഫിൽട്ടർ യൂണിറ്റ്. ഈ ഫിൽട്ടർ യൂണിറ്റിൽ 2 പാർട്ട് നിങ്ങൾക്ക് കാണാം. അപ്പർ പാർട്ടിൽ സാൻഡ് അഥവാ മണലും ലോവർ പാർട്ടിൽ ഗ്രേവൽ അഥവാ കുറച്ച് വലിയ കല്ലുകളും കാണാം. അപ്പൊ ഇതിലൂടെയാണ് നമ്മൾ ആ ജലം കടത്തിവിടുന്നത്. അപ്പൊ ഈ അടിഞ്ഞുകൂടാത്ത മാലിന്യങ്ങളെല്ലാം നമുക്ക് എവിടെ നീക്കം ചെയ്യാൻ സാധിക്കും? ഈ ഫിൽട്രേഷൻ വഴി നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റെപ്പ് 5ലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ക്ലോറിൻ ഗ്യാസോ അഥവാ ബ്ലീച്ചിങ് പൗഡറോ ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ വാട്ടറിനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ഇപ്പോൾ നല്ല ശുദ്ധജലമായി മാറിയില്ലേ? നമ്മൾ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസോ ഒക്കെ പാസ് ചെയ്ത് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുത്തു, അണുവിമുക്തമാക്കി എടുത്തു. അങ്ങനെയുള്ള നമ്മുടെ ഈ ശുദ്ധജലത്തെ ലാസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് സ്റ്റോറേജ് അഥവാ സംഭരണമാണ്. അപ്പോൾ പ്യൂരിഫിക്കേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ എ വാട്ടർ റിസർവോയർ. നമ്മൾ ഈ ശുദ്ധജലത്തെ നമ്മൾ ശുദ്ധജല സംഭരണിയിൽ ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 6 സ്റ്റെപ്പുകളാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക.
അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എന്താണ് ചോദ്യം നോക്കിക്കേ. ഒബ്സർവ് ദ ഫോളോവിംഗ് പിക്ചറൈസേഷൻ ഷോവിംഗ് ദ വാരിയസ് സ്റ്റേജസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പൊ അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പുകൾ തന്നിട്ടുള്ള ഒരു പിക്ചറാണ്. ചോദ്യം ഇതാണ്, എന്താണ്? ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എ ബി സി ആൻഡ് ഡി ഇൻ ദ പിക്ചറൈസേഷൻ. ചിത്രീകരണത്തിൽ വിട്ടുപോയവ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തില് എ എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. പക്ഷെ അതിന്റെ പേരൊന്നും തന്നിട്ടില്ല. ആ പേര് നമുക്ക് എഴുതണം. അപ്പൊ എ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഏതാണ് മക്കളെ? നോക്കിക്കേ, ഇത് നമ്മുടെ എയറേറ്റർ ആണ് അല്ലെ. എന്താണ് ഇത്? നമ്മുടെ എയറേറ്റർ ആണ്. ഓക്കെ, നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്സിജന്റെ ലെവൽ കൂടുന്നു. അപ്പൊ അതാണ് നമ്മുടെ എയറേറ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടായിരുന്നു? കൊയാഗുലേറ്റർ ആയിരുന്നു. അപ്പൊ ബി എന്ന് പറയുന്നത് നമ്മുടെ കൊയാഗുലേറ്റർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ സോളിഡ് വേസ്റ്റ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആലം ആഡ് ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ ക്ലാരി ഫ്ലോക്കുലേറ്ററിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ സോളിഡ് സെറ്റിൽ ചെയ്തതിന് ശേഷമുള്ള ക്ലിയർ വാട്ടറെ നമ്മൾ നേരെ ഇങ്ങോട്ട് കടത്തിവിടുന്നു. അതാണ് നമ്മുടെ സി എന്ന് പറയുന്ന നമ്മുടെ ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. ഫിൽറ്ററിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു, നമ്മുടെ ക്ലോറിനേറ്ററിലേക്ക് പോകുന്നു. അതാണ് ഡി എന്ന് പറയുന്നത്. ക്ലോറിനേറ്ററിൽ വെച്ച് നമ്മൾ ആ വാട്ടറിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ഗ്യാസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മുടെ പ്യുവർ വാട്ടർ റിസർവോയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും സിയും ഡിയും കിട്ടിയില്ല എല്ലാവർക്കും. എങ്കിൽ ഇത് അടുത്ത ചോദ്യം നോക്കിക്കേ. എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ക്ലോറിനേറ്റർ ഈസ് നോട്ട് വർക്കിംഗ്? അതായത് ഈ സംവിധാനത്തിൽ ക്ലോറിനേറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക ക്ലോറിനേറ്റർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ? ക്ലോറിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അണുവിമുക്തമാക്കുന്നതായിരുന്നു ക്ലോറിനേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസോ ഒക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ ക്ലോറിനേറ്റർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്റ്റെറിലൈസേഷൻ വിൽ നോട്ട് ഒക്കർ അല്ലെ. സ്റ്റെറിലൈസേഷൻ വിൽ നോട്ട് ഒക്കർ. അതായത് എന്താണ്? അണുവിമുക്തമാക്കാൻ സാധിക്കില്ല. എന്താണ്? ജലം അണുവിമുക്തമാക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? ജലം അണുവിമുക്തമാക്കാൻ സാധിക്കില്ല. എന്തില്ലെങ്കിൽ? ക്ലോറിനേറ്റർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജലം അണുവിമുക്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. ക്ലിയർ ആയോ? എങ്കിൽ ഇതാ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇൻ എ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആർ ഗിവൺ ബിലോ. ജലശുദ്ധീകരണ പ്ലാന്റിലെ ജലശുദ്ധീകരണ പ്രക്രിയയിലെ പ്രധാന ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഏതൊക്കെ ഘട്ടങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കിക്കേ. ഫിൽട്ടേഴ്സ് ഔട്ട് ആൻഡ് റിമൂവ്സ് ഇംപ്യൂരിറ്റീസ്. മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റെറിലൈസസ് വാട്ടർ. വെള്ളം അണുവിമുക്തമാക്കുന്നു. ദെൻ വാട്ടർ മിക്സസ് വിത്ത് എയർ. വെള്ളം വായുവുമായി കലരുന്നു. സെഡിമെന്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ ആഡിംഗ് ആലം. ആലം ചേർക്കുമ്പോൾ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങൾ അടിയുന്നു. ഇങ്ങനെ 4 സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, റൈറ്റ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. ഈ പ്രവർത്തനങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതുക. അപ്പൊ നമുക്കറിയാം ഈ തന്നിട്ടുള്ള സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ഓർഡറിലല്ല എന്ന് നമുക്കറിയാം. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എയറേഷൻ ആണല്ലേ, അഥവാ വാട്ടർ മിക്സസ് വിത്ത് എയർ. എന്താണ്? വെള്ളം വായുവുമായി കലരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വെള്ളം വായുവുമായി കലരുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിക്കേ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തിരുന്നത് സെഡിമെന്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് ആലം, അഥവാ കൊയാഗുലേഷൻ ആയിരുന്നു അല്ലെ. ആലം ആഡ് ചെയ്തിട്ട് ഖരപദാർത്ഥങ്ങളെ അടിഞ്ഞു കൂടിക്കുന്നതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, സെഡിമെന്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് ആലം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആലം ചേർക്കുമ്പോൾ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങൾ അടിയുന്നു. അതാണ് നമ്മുടെ കൊയാഗുലേഷൻ. അത് കഴിഞ്ഞാൽ നേരെ ക്ലാരിഫ്ലോക്കുലേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫിൽട്ടേഴ്സ് ഔട്ട് ആൻഡ് റിമൂവ്സ് ഇംപ്യൂരിറ്റീസ് അല്ലെ. നമ്മൾ ഫിൽറ്റർ വഴി എന്ത് ചെയ്യുന്നു? ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെറിലൈസസ് വാട്ടർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. നമ്മുടെ ക്ലോറിനേഷൻ വഴി നമ്മൾ വെള്ളത്തെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്യുന്നു, അണുവിമുക്തമാക്കുന്നു.
ക്ലിയർ ആയോ? അപ്പോൾ 4 സ്റ്റെപ്പുകളെ നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കി മാറ്റി. അപ്പോൾ ഇതെന്താണ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം എക്സാമിന് ഉറപ്പാണ്. അപ്പോൾ ആരും ഈ ഒരു ഭാഗം പഠിക്കാതെ പോകരുത്. കൃത്യമായിട്ട് തന്നെ കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് വരുന്ന മാർക്ക് എന്തായാലും എല്ലാവരും സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പഠിക്കുക. നമുക്ക് സെറ്റാക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.